പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാര ലംഘനം. മാറാട്ട് മണ്ഡപത്തിൽ കുടുംബശ്രീ മിഷന്റെ പരിപാടിയുടെ ഭാഗമായി പാചകത്തിനായി ഉപയോഗിച്ചു മാംസാഹാരങ്ങൾ ആറാട്ട് മണ്ഡപത്തിൽ വെച്ച് പാകം ചെയ്തു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചിരികയാണ്. പ്രശാന്ത്, ആചാര ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്, എന്താണ് സംഭവിച്ചത്? കെ പി സുരേഷ്, ഭക്തർ പരിപാവനമായി ഈ അൽപ്പശി പൈങ്കിരി ഉത്സവങ്ങൾക്കായി പത്മനാഭസ്വാമിയുടെ ആറാട്ട് ശംഖുമുഖത്തേക്ക് വരികയും ഈ കാണുന്ന മണ്ഡപത്തിൽ വെച്ചാണ് ആറാട്ട് നടത്തുവാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയത്. വിഗ്രഹങ്ങളടക്കം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപത്തിലാണ് ആചാര ലംഘനം ഉണ്ടായിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് അല്പസമയത്തിനകം തുടരും. ആറാട്ട് മണ്ഡപം കുടുംബശ്രീ മിഷന്റെ പരിപാടിക്കായി ഉപയോഗിച്ചിരിക്കുകയാണത്. പാചകത്തിനായി ഉപയോഗിച്ചു. മാംസാഹാരങ്ങൾ ഉൾപ്പെടെ ആറാട്ട് മണ്ഡപത്തിൽ വെച്ച് പാകം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്തർ പരിപാവനമായി കാണുന്ന ഒരു സ്ഥലമാണ്, പുണ്യസ്ഥലമാണ്, ആചാരപരമായിട്ട് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ മാംസാഹാരം പാചകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ മിഷന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മാംസാഹാരങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ആറാട്ട് മണ്ഡപത്തിൽ വെച്ച് പാകം ചെയ്തിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുകയാണ്. പ്രശാന്ത്, വലിയ പ്രതിഷേധം തന്നെയാണോ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി? കെ പി മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന പരിപാടിയാണ് കുടുംബശ്രീ മിഷന്റെ പരിപാടിയാണ്. ആ പരിപാടിയുടെ 4 ദിവസങ്ങളായിട്ടാണ് ഈ പരിപാടി ശംഖുമുഖത്ത് നടക്കുന്നത്. ആ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് വലിയ സ്റ്റേജും സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന് പിറകായിട്ടാണ് ആറാട്ട് മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ആറാട്ട് മണ്ഡപത്തിന്റെ പൂർണ്ണമായ ഒരു ഭാഗമാണ് ഇപ്പോൾ അടുക്കളയായി സജ്ജീകരിച്ചിരിക്കുന്നത്. മാംസാഹാരങ്ങൾ അടക്കം പാചകം ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. അല്പസമയം മുമ്പാണ് ഇതുപോലെ പ്രദേശത്തെ BJP പ്രവർത്തകർ എത്തുകയും പരാതി പറയുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് എത്തി. ഇപ്പോൾ ഇവിടുന്ന് പാത്രങ്ങളെല്ലാം പറക്കി മാറ്റിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ആ പാത്രങ്ങൾ മാറ്റിയത്. ഈ സ്ഥലം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ട് ഭക്തർ കരുതുന്ന സ്ഥലമാണ്. ആറാട്ട് മണ്ഡപം നമുക്കറിയാം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആറാട്ട് മണ്ഡപം എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഇപ്പോഴും സംരക്ഷിത കേന്ദ്രമായിട്ടാണ് ഈ ആറാട്ട് മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. അതായത് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പോലും ആറാട്ട് മണ്ഡപത്തിന് യാതൊരു കോട്ടവും തട്ടാതെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷിത സ്ഥാനം കൂടിയാണ് ഇവിടം. അവിടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായൊരു ആചാര ലംഘനം എന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു അനാസ്ഥ കൂടി വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ സ്ഥലത്തെത്തുന്നത് ഈ കുടുംബശ്രീ മിഷന്റെ പരിപാടിക്ക് വേണ്ടി എത്തുന്നത് പല സ്ഥലങ്ങളിലുള്ളവരാണ്. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നുമുള്ള സ്ത്രീകളാണ് എത്തുന്നത്. അവർക്ക് ഇതിൻ്റെ പ്രാധാന്യം ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള തലസ്ഥാനത്തുള്ള ഇതിന്റെ ഓർഗനൈസിംഗ് നടത്തുന്ന ആളുകൾക്കറിയാം എത്രത്തോളം പ്രാധാന്യമാണ് ആറാട്ട് മണ്ഡപത്തിനുള്ളത്, എത്രത്തോളം ചരിത്ര പ്രാധാന്യമാണുള്ളത്, ഇവിടം എത്രത്തോളം എങ്ങനെയാണ് ഭക്തർ കാണുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള ഇതിന്റെ ഓർഗനൈസിംഗ് നടത്തുന്നവർക്ക് അറിയാൻ കഴിയുന്നതാണ്. എന്നാൽ അവർ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു ഇത്തരം മാംസാഹാരങ്ങൾ അടക്കമുള്ളവ പാചകം ചെയ്യാൻ എടുക്കുന്ന സ്ഥലമല്ല, ഇവിടം ഭക്തർ പുണ്യമായി കരുതുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഈ ഭാഗം പൂർണ്ണമായും ഒരു അടുക്കള എന്ന നിലയിലേക്ക് സജ്ജീകരിച്ചത്. വേസ്റ്റ് അടക്കം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാംസാഹാരങ്ങൾ പാചകം ചെയ്യുന്നു. അങ്ങനെ 4 ഫുഡ് ഫെസ്റ്റ് അടക്കം, അതായത് ഭക്ഷ്യമേള അടക്കമുള്ളവയാണ് 4 ദിവസമായി ഈ പരിപാടിക്ക് നടക്കുന്നത്. ഈ ആറാട്ട് മണ്ഡപത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം പൂർണ്ണമായും വേലി കെട്ടി അടച്ചുകൊണ്ടാണ് ഇവിടത്തേക്ക് സജ്ജീകരിച്ചത്. ഇതിൽ അങ്ങനൊരു നടപടി ആണ് ഇവിടേക്ക് സ്വീകരിച്ചത്. കാരണം നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം ചരിത്ര പ്രാധാന്യമാണ്. അൽപ്പശി പൈങ്കിരി ഉത്സവങ്ങൾക്കെല്ലാം ഒരു ദിവസം പൂർണ്ണമായും എയർപോർട്ട്, അതായത് വിമാനത്താവളം അടക്കം തുറന്നു കൊടുക്കുകയാണ്. ആ തുറന്നു കൊടുത്തുകൊണ്ട് മറ്റ് വിമാനങ്ങളുടെ യാത്രയടക്കം നിർത്തിവെച്ചുകൊണ്ട് ആറാട്ട് കടന്നു പോകുന്നതിന് മണിക്കൂറുകളോളം തുറന്നു കൊടുക്കുകയും അത്തരം കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന സ്ഥലം. കേവലം ഈ ശംഖുമുഖം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എല്ലാവർക്കും ശംഖുമുഖത്തെ ഒരു ബീച്ചായിട്ടാണ് കാണുന്നത്. എന്നാൽ ശംഖുമുഖം എന്ന് പറയുന്നത് ഭഗവാന്റെ പത്മനാഭസ്വാമിയുടെ ആറാട്ട് കടവാണ്. ആ ആറാട്ട് കടവിനെയാണ് പിന്നീട് കാലക്രമേണ മാറിയപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഭരണ സംവിധാനങ്ങളെല്ലാം വന്നപ്പോൾ പിന്നീട് അത് ഈ ബീച്ച് ആക്കിയെടുത്തെങ്കിൽ പോലും ഈ ആറാട്ട് കടവിലെ 2 മണ്ഡപങ്ങളും സംരക്ഷിത കേന്ദ്രങ്ങളായിട്ട് സ്ഥാപിക്കുകയാണ് നിർത്തിയത്. അങ്ങനെ നിലനിർത്തിയാണ് ചെയ്യുന്നത്. അതായത് അവിടെ എങ്ങനെയായിരുന്നു മുൻകാലങ്ങളിൽ ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്, ആ സമാനമായ സ്ഥിതിയിലായി
തന്നെയായിരുന്നു ഇപ്പോഴും സംരക്ഷിച്ചിരുന്നത്. മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും അവിടെ നടത്താറുണ്ടായിരുന്നില്ല. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഗുരുതരമായൊരു അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ ആചാര ലംഘനം. പ്രശാന്ത്, ഇവിടെ ബോധപൂർവമായുള്ള ഒരു ആചാര ലംഘനം നടന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ എത്തിയിരുന്നു. പക്ഷെ അവർക്കറിയില്ലെങ്കിലും ഇവിടെ ഈ പരിപാടിയുടെ സംഘാടകർക്ക് ഇവർക്ക് ഇത് കൃത്യമായി അറിയാൻ സാധിക്കും. അതിൻ്റെ ചരിത്ര പ്രാധാന്യം എത്രത്തോളമുണ്ട്, എത്രത്തോളം ഭക്തരെ സംബന്ധിച്ചിടത്തോളം പുണ്യസ്ഥലമാണ് അതെന്ന് അതറിഞ്ഞുകൊണ്ട് ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് വേണം സ്വാഭാവികമായി സംശയിക്കാനല്ലേ? അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധം തന്നെയാണോ ശക്തമാകുന്നത്? തീർച്ചയായും കെ പി സുരേഷ് അത് തന്നെ വേണം പറയേണ്ടത്. കാരണം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകൾ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ മറ്റ് സ്ഥലങ്ങളിൽ നിർത്തിയവരാണ്. കണ്ണൂരും കാസർഗോഡും നടക്കുമുള്ള പല സ്ഥലങ്ങളിൽ നിർത്തിയവരാണ്. അവർക്ക് ഇതിൻ്റെ ഈ മണ്ഡപം എന്താണെന്നോ അതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്നോ അറിയണമെന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഇതിൻ്റെ സംഘാടകർ, ഈ പരിപാടിയുടെ സംഘാടനം അടക്കം നടത്തുന്നവർ, മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ സംഘാടനം നടത്തുന്നവർക്കറിയാം എങ്ങനെയാണ് എത്രത്തോളം പ്രാധാന്യം ഈ സ്ഥലത്തിനുണ്ടെന്ന്. എന്നാൽ അത് ഇത്ര ദിവസം, അതായത് ഈ ഇവിടം കെട്ടിയടയ്ക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന സമയത്തെല്ലാം അറിയാം. അപ്പോൾ അവർ ഇവരോട് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്തില്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഗൗരവപരമായ കാര്യം. ഇവിടുത്തെ സ്ഥലത്തെ BJP പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിഷേധം അവരും അറിയിച്ചിരുന്നു, പോലീസിനോട് അറിയിച്ചിരുന്നു. ചേട്ടാ, ഇത് എപ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്? നമ്മൾ ഇന്ന് രാവിലെയാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ഇവിടെ വരികയും ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവർ ആലപ്പുഴ, കണ്ണൂർ, തലശ്ശേരിയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഇന്നലെ ഇവരിത് ഇവിടെ വെച്ച് വേവിച്ചു. അപ്പം ഞാൻ ഉടനെ ജില്ലാ കോർഡിനേറ്റർ ജിത്ത് എന്ന് പറഞ്ഞ ആളിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിരിക്കുന്നത് ഇവിടെ വെച്ച് വേവിക്കാനാണ്. അപ്പം ഞങ്ങൾ എന്തായാലും അപ്പം നമ്മൾ പറഞ്ഞു പറ്റില്ല, ഇത് ഉടനെ എന്നെ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഉടനെ മാറ്റി. പിന്നെ സർക്കിളും അദ്ദേഹമൊക്കെ വന്ന് ഉടനെ തന്നെ ഇത് മാറ്റാനുള്ള നടപടികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ആ നിലയിലേക്കാണ്. ഇവിടെ ഒരു ക്ഷേത്രത്തിനുള്ള ഇതാണെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാന്നാണ് അവർ പറയുന്നത്. അവർ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ഇവരടുത്ത് ആരും പറഞ്ഞിട്ടില്ല. നമ്മളിവിടുത്തെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു ഞങ്ങളടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ച് പറയുന്നത്. കോർഡിനേറ്റർ ആരാണ്? ഒരു അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാൻ കണ്ടില്ല, ഫോണിൽ കൂടെയാണ് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ അത് മാറ്റണം, ഇല്ലെങ്കിൽ വിഷയമാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അവർ മാറ്റാനുള്ളത് അവരടുത്ത് പറഞ്ഞു. ചേച്ചി, ഇവിടെ ഈ ഇത്തരം ഇല്ല ഫോട്ടോ എടുക്കുന്നത് ചേച്ചി, ഇവിടെ ആരാ പറഞ്ഞത് ഇങ്ങനെ നീ ചെയ്യാൻ? നമ്മളെ ഈ കുടുംബശ്രീനെ അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാ. ആരാന്നൊന്നും എനിക്കറിയില്ല. അതൊന്നും അറിയില്ല. ഇവർ പുറത്തുനിന്നുള്ളവരാണ്. അവർക്ക് കൃത്യമായി അറിയില്ല ആരാണ്. ഈ തിരുവനന്തപുരത്ത് നിന്നുള്ളവരെ വേണം ഇത് ചെയ്യേണ്ടിയിരുന്നത്. അത് അവർ ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടനം ചുമതല വഹിക്കുന്ന ഒരു അഭിജിത്ത് എന്ന് പറഞ്ഞ ആളാണെന്നാണ് ഇപ്പോൾ ഈ BJPയുടെ ചേട്ടൻ പറയുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ സംഘാടനത്തിൻ്റെ ചുമതല വഹിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം തിരുവനന്തപുരത്തുകാരനാണെന്നാണ്, അല്ലേ? തിരുവനന്തപുരത്തുകാരനാണ്. അതാണ് നമ്മൾ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തുകാരനാണെന്ന് ചോദിച്ചും പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. പക്ഷേ എനിക്ക് ഇവിടത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ആൾക്ക് സ്വാഭാവികമായിട്ട് അറിയേണ്ടതല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇത് പവിത്രമാണെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞ് അറിഞ്ഞുകൂടാ, ഞാനത് ഉടനെ മാറ്റാം, ഉള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരടുത്ത് ചോദിച്ചു ഇന്നലെ ഇവിടെ വേവിച്ചാന്ന് ചോദിച്ചു. പറഞ്ഞു അവർ വേവിച്ചു, പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഉടനെ തന്നെ നമ്മൾ വന്ന് പറഞ്ഞ ഉടനെ തന്നെ അവർ എല്ലാം എടുത്ത് മാറ്റി. നമ്മളിന്ന് രാവിലെയാണ് അറിഞ്ഞത്. കാര്യം ഇവിടെ ഇത്രയും കെട്ടി അടച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കും ഇതിൻ്റെ അകത്ത് വരാനൊന്നും പറ്റില്ല. അപ്പം എന്താണ് സംഭവിച്ചു എന്നുള്ളത് നമ്മളിവിടെ വന്ന ബീച്ചിൽ വന്നൊരു ചേട്ടനാണ് വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടുടനെ തന്നെ നിങ്ങൾ ഇടപെട്ടില്ലേ? നമ്മളിത് നമുക്കിവിടെ വന്നൊരു കക്ഷി ഫോട്ടോ എടുത്ത് അയച്ചു. നമ്മൾ സാജു എന്ന് പറഞ്ഞ ക്ഷേത്ര സംരക്ഷണ സമിതി, അദ്ദേഹം എനിക്ക് ഉടനെ ഫോർവേഡ് ചെയ്തു. ഞാനിവിടെ ഉടനെ വന്ന് സംസാരിച്ചു. അപ്പോഴത്തന്നെ ഇവിടെ ഉള്ള മറ്റേ കുടുംബശ്രീക്കാരെടുത്ത് മാറ്റിയായിരുന്നു. KP, തീർച്ചയായും ഒരു ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. കാരണം ഇത് എത്രത്തോളം ആചാര ലംഘനമാണ് നടന്നതെന്ന് നമുക്കറിയാം. ഈ സ്ഥാനം വളരെ പരിപാവനമായിട്ടും സംരക്ഷിത കേന്ദ്രമായിട്ടെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ ആറാട്ട് മണ്ഡപം എന്ന് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ളതാണ്. അനന്തപുരി എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. പത്മനാഭന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം, ഒരു സംസ്ഥാനം മുഴുവനും പത്മനാഭന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. നമുക്കറിയാം കേരളത്തിന്റെ ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടുന്ന സർക്കാർ പണത്തെ പോലും നമ്മൾ അറിയുന്നത് പത്മനാഭന്റെ പണം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പഴയ കാലത്തൊക്കെ പറയാറുണ്ട് ആൾക്കാർ, ഈ പത്മനാഭന്റെ 10 കാശ് കിട്ടണം എന്നൊക്കെ. അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത്, അങ്ങനെയുള്ളൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം, ഏറ്റവും എടുത്തു പറയേണ്ടത് ആറാട്ട് കടവിനോട് ചേർന്ന് കിടക്കുന്നത്, അതായത് ഈ ശംഖുമുഖത്ത് 2 മണ്ഡപങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം ആറാട്ട് കടവിനോട് ചേർന്ന്, അതായത് കടലിനോട് ചേർന്നും മറ്റൊന്ന് കടലിന് കുറച്ച് ദൂരത്തോട് മാറിയാണ്. ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് വലിയ വിശാലമായ സ്റ്റേജുണ്ട്. ആ സ്റ്റേജിന് പിറകിലായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ
ഈ പാചകപ്പുര സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നും തൊട്ടടുത്താണ് ഒരു 20 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ കടലായി. ആ കടലിലേക്ക് ഇറങ്ങും. ആ ഭാഗം പൂർണ്ണമായും ഈ വേലി കെട്ടി, അതായത് ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും വേലി കെട്ടി മറച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത്, പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. മാംസാഹാരമടക്കം പാചകം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സ്വാഭാവികമായും നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ആ വനിതാ പ്രവർത്തകർ പ്രതികരിച്ചതുപോലെ തന്നെ ഞങ്ങൾക്കിത് അറിയില്ല, ഇവിടുത്തെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്ഥലം നൽകുന്നു, അവരവിടെ അവരുടേതായ ജോലികൾ ചെയ്യുന്നു. പക്ഷേ ഈ കോർഡിനേറ്റർ തിരുവനന്തപുരത്തുകാരനാണ്, സംഘാടകർ തിരുവനന്തപുരത്തുകാരാണ്, അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പവിത്രമായ സ്ഥലം ഇത്തരത്തിൽ മാംസാഹാരം പാചകം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തത്. മറച്ചുകൊണ്ട് മറ്റാർക്കും ഇത് കാണാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയത്, അല്ലേ? KP തീർച്ചയായും അങ്ങനെ വേണം ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന കാര്യം തർക്കം ഇല്ല. കാരണം നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി ഇവിടേക്ക് എത്തുമ്പോൾ പോലീസിന്റെ ഒരു വലിയ സന്നാഹം ഉണ്ടായിരുന്നു. ആ പോലീസാണ് ഇവരോട് ഒഴിപ്പിക്കാൻ പറഞ്ഞത്. കാരണം അപ്പോൾ അവർക്കറിയാം കൃത്യമായി, പോലീസിന് തന്നെ അറിയാം കൃത്യമായി എത്രത്തോളം പ്രാധാന്യമാണ്, എത്രത്തോളം ചരിത്ര പ്രാധാന്യമാണ് ഈ സ്ഥലത്ത് ഉള്ളതെന്ന് പോലീസിന് തന്നെ കൃത്യമായിട്ട് തുടരാം. കൃത്യമായി നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിലൊരു ലംഘനം ഉണ്ടായി എന്നത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇങ്ങനെ പാചകപ്പുര ലംഘനം ഉണ്ടായി എന്നത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇങ്ങനെ പാചകപ്പുര സജ്ജീകരിക്കാൻ കഴിയില്ല ആർക്കും. ആ സാഹചര്യം എന്നിരിക്കെ ഇതിൽ ഇവരോട് അല്ലെങ്കിൽ ഇവരോട് നേരത്തെ പറയേണ്ടതായിരുന്നു ഇത്തരത്തിൽ സജ്ജീകരിക്കാൻ പാടില്ല, ഈ പാചകപ്പുര ഇവിടെ സജ്ജീകരിക്കാൻ പാടില്ല, ഇങ്ങനെ ആചാരപരമായുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു. എന്നാൽ അത്തരം ാണ് ഇവർക്ക് സംഭവിച്ചു പോയതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.